അവരും എൻ്റെ സഹോദരങ്ങളാണ്. ബട്ട് ഇവിടെ ഇവരെ വിളിക്കാൻ കാരണം വേണമെന്നുകൊണ്ടല്ല, ഞാൻ വരുന്നതിന് മുമ്പേ അമ്മേനെ അമ്മ വിളിച്ചു തുടങ്ങി. എൻ്റെ കുറവ് നികത്തിക്കൊണ്ടിരുന്ന 3 പേരാണ്, അതുകൊണ്ടാണ് അവരെ വിളിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വലിയ വിജയാശംസകൾ ആദ്യം തന്നെ വരുന്നത്. എല്ലാവരോടും ഒറ്റ വാക്കിലൊരു കാര്യം പറയാനുള്ളൂ: സന്തോഷം തലയ്ക്കും ദുഃഖം മനസ്സിനും പിടിക്കാതെ നോക്കുക. അത് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു മെസ്സേജ് ഉള്ളൂ. സന്തോഷം വരുമ്പോൾ തലയ്ക്ക് കയറി കഴിഞ്ഞാലുള്ള കുഴപ്പം, പിന്നെ നമ്മുടെ മുമ്പിലൊന്നും കാണാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ മുമ്പിലുള്ളതൊന്നും കാണാൻ പറ്റില്ല, പിന്നിലുള്ളതൊന്നും കാണാൻ പറ്റില്ല. അപ്പം പിന്നിട്ട് വന്ന വഴി നമുക്ക് കാണാണ്ടായി പോകും. പിന്നിട്ട വഴി മറന്നു പോയാലുള്ള കുഴപ്പം എന്താ അറിയും? നമ്മുടെ പിന്നിൽ കൂടെ നമ്മൾ വിശ്വസിച്ച് കുറേ പേര് നടന്നു വരുന്നുണ്ട്. അവർ വീഴാൻ പോണ വഴി നമ്മൾ മറന്നു പോയാൽ അവർ ആ കുഴിയിൽ പോയി വീഴും. അതുകൊണ്ട് അവരവിടെ പിന്നിട്ട വഴി കാണാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് കണ്ണിലുണ്ടാവണമെങ്കിൽ നമ്മളെ സന്തോഷം തലയ്ക്ക് കയറാണ്ടിരിക്കണം. ഇനി മുന്നിലേക്ക് പോകുമ്പോഴോ മുന്നിലുള്ള അപ്ലയൻസ് കുറേ പേരുണ്ട്. സന്തോഷം തലയ്ക്ക് കയറിയാൽ ഞാൻ വലിയ സംഭവം തോന്നും. പിന്നെ നമ്മളെ വളർത്തി വലുതാക്കിയ അപ്ലയൻസ് ഒക്കെ ആരും ഇല്ലാന്ന് തോന്നും. അപ്പൊ പിന്നെ അവരെ നമ്മൾ മറക്കും. പിന്നെ അത് നമ്മുടെ കുഴി എടുക്കുന്ന പോലെയാണ്, നമ്മുടെ അടക്കാനുള്ള കുഴി എടുക്കുന്നതിന് തുല്യമാണത്. സോ അതുകൊണ്ടാണ് സന്തോഷം തലയ്ക്ക് പിടിക്കരുതെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ദുഃഖം മനസ്സിന് പിടിക്കരുത്. ദുഃഖം മനസ്സിന് പിടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ മാസവും അതിന് മുന്നത്തെ മാസങ്ങളിലൊക്കെ ആയിട്ട് പല പ്ലാനുകൾ ചെയ്തും അതൊന്നും നടക്കാതെ, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് പക്കത്ത് വരെ വന്നിട്ട് കിട്ടാതെ പോയ കുറെ പേരുണ്ട്. ആ കിട്ടാതെ പോയ ആൾക്കാരോടാണ് പറയുന്നത് ദുഃഖം മനസ്സിന് പിടിക്കരുത്. ദുഃഖം മനസ്സിന് പിടിച്ചാൽ ഇതേ സംഭവം തന്നെ സംഭവിക്കും. നിങ്ങളുടെ ആ മനസ്സിൽ നിന്ന് ആ ദുഃഖം മാറില്ല. ഓട്ടോമാറ്റിക്കലി മുന്നിലേക്കുള്ള വഴി മറന്നു പോകും. അതോടൊപ്പം തന്നെ ആ മുന്നിലേക്കുള്ള വഴി മറന്നു പോകുമ്പോൾ ഒരു മാസം കൂടി ഒന്ന് പ്രവർത്തിച്ചാൽ ചിലപ്പോൾ കഴിഞ്ഞ മാസം കയ്യിൽ നിന്ന് പോയതൊക്കെ ഈ മാസം പിടിക്കാൻ പറ്റും. പക്ഷെ ദുഃഖം മനസ്സിൽ പിടിച്ചാൽ അത് ഈ മാസമല്ല, ഈ വർഷം അവസാനം പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദുഃഖം മനസ്സിൽ പിടിക്കാതെ, എനിക്കൊന്നും നേടാൻ പറ്റിയില്ലല്ലോ, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, കഴിഞ്ഞ മാസം കുറെ പ്ലാൻ ചെയ്തു നടന്നില്ലല്ലോ എന്നുള്ള ദുഃഖം മനസ്സിന് പിടിക്കാതെ, ഇതൊക്കെ ഇങ്ങനെ പോകും, ഞാൻ എൻ്റെ വഴിക്ക് പോയി, എൻ്റെ ലീഡേഴ്സ് പറയുന്ന വഴിക്ക് പോയി, ഞാൻ ആ നേട്ടം, അതിൻ്റെ അപ്പുറത്തെ നേട്ടം ഈ വർഷം ഉണ്ടാക്കുന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടായിരിക്കണം നമ്മൾ പോകുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യം എനിക്ക് നിങ്ങളെല്ലാവരും പറയാനുള്ളൂ. എല്ലാവരും വലിയ വിജയാശംസ നേരുന്നു. താങ്ക് യു.